സരിത അതിശക്തമായ തട്ടിപ്പിൻ്റെ തേരോട്ടം നടത്തിയ കാലഘട്ടത്തിൽ സരിതയുടെ സംഘം ഒരു സൗരോർജ നയം തന്നെ സംഘടിപ്പിച്ച് കേരള സർക്കാരിന് സമർപ്പിച്ചിരുന്നു അത്രേ. അതായിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ക്യാബിനറ്റ് അംഗീകരിച്ചത് എന്ന് ദേശാഭിമാനി കണ്ടെത്തിയിരിക്കുന്നു. പൊതുവാർത്താ പേജിൽ ദേശാഭിമാനി അത് തരുമ്പോൾ 10,000 കോടി രൂപയുടെ അഴിമതി. ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞ കഥ തന്നെയാണത്. 10,000 കോടി രൂപയുടെ അഴിമതി ലക്ഷ്യമിടുന്ന പുതിയ സൗരോർജ നയം അത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അത് രംഗത്തേക്ക് വരാൻ പോകുന്നു എന്ന് ദേശാഭിമാനി നിരീക്ഷിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ആഴ്ച അംഗീകരിച്ച സൗരോർജ നയം ലക്ഷ്യമിടുന്നത് 10,000 കോടി രൂപയുടെ അഴിമതിക്ക്. ഗുജറാത്തിൽ നടപ്പാക്കി വിവാദമാവുകയും ശതകോടികളുടെ അഴിമതിക്ക് കളമൊരുക്കുകയും ചെയ്ത അതേ മാതൃകയിലാണ് ഈ നയവും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. സരിതയും ടീമും അവതരിപ്പിച്ച പദ്ധതി തന്നെയാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇത് അവതരിപ്പിച്ചതിൻ്റെ കഷ്ടപ്പാടിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദി ജീവിക്കുന്നത്. പെണ്ണും പണവുമൊക്കെ ഇഴുകിച്ചേർന്ന ഒരു മാഫിയ പ്രവർത്തനത്തിൻ്റെ അന്തർഗതം എപ്രകാരമാണോ ഗുജറാത്തിൽ അരങ്ങേറിയത് അതേ മാതൃകയിൽ കേരളത്തിലും അരങ്ങേറാൻ പോകുന്നു എന്നാണ് ദേശാഭിമാനി നിരീക്ഷിക്കുന്നത്. KSEBക്ക് തന്നെ സൗരോർജ്ജത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും ഏറ്റെടുക്കാൻ കഴിയുമെങ്കിലും ബോർഡിനെ പൂർണ്ണമായും പുതിയ നയത്തിൽ നിന്ന് തഴഞ്ഞ സ്വകാര്യക്കാർക്ക് കൊടുക്കുന്നു. വൈദ്യുതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാരമ്പര്യേതര ഊർജ്ജ ഏജൻസിയായ അനർട്ടിനെയും ഇക്കാര്യത്തിൽ നോക്കുകുത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. 20 വർഷം തടവറയിൽ നല്ല യൗവനം ഹോമിച്ച പേരറിവാളൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി, അദ്ദേഹത്തെ സംബന്ധിച്ച് CBI മേധാവിയുടെ അന്ന് കേസ് അന്വേഷിച്ച അഭയ കേസും അന്വേഷിച്ചയാൾ തന്നെയാണ് ഇദ്ദേഹം. ആ കേസ് അന്വേഷിച്ചയാൾ വെളിവാക്കിയിരിക്കുന്ന പുതിയ അവസ്ഥ കാണുക. ദേശാഭിമാനിയുടെ 1-ാമത്തെ പേജിൽ രാജീവ് ഗാന്ധി വധക്കേസ്, പേരറിവാളൻ്റെ വധശിക്ഷ അനീതി, മുൻ CBI ഉദ്യോഗസ്ഥൻ 20 വർഷങ്ങൾക്ക് ശേഷം അത് പറയുന്നു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പേരറിവാളൻ്റെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന് മുൻ CBI ഉദ്യോഗസ്ഥൻ പീപ്പിൾസ് മൂവ്മെൻറ്റ് എഗൻസ്റ്റ് ഡെത്ത് പെനാൽറ്റി നിർമ്മിച്ച ഡോക്യുമെൻ്ററിക്ക് നൽകിയ അഭിമുഖത്തിലാണ് CBI SP ആയിരുന്ന V ത്യാഗരാജൻ്റെ വെളിപ്പെടുത്തൽ. പൂർണ്ണമായും അദ്ദേഹം പറഞ്ഞത് ഒരു ബാറ്ററി വാങ്ങി, ആ ബാറ്ററി ബോംബ് സ്ഫോടനത്തിന് ഉപയോഗിക്കപ്പെട്ടോ ഇല്ലയോ അത് വേറെ കാര്യം, വാങ്ങിയെത്ത സമയത്ത് തനിക്കത് ഇത്തരമൊരു കാര്യത്തിന് ഉപയോഗിക്കാനായിരുന്നു എന്ന കാര്യം അറിവില്ലായിരുന്നു എന്ന തൻ്റെ സമ്മതമൊഴി ഏതായാലും രേഖപ്പെടുത്താതെ പോയതുകൊണ്ട് അദ്ദേഹത്തിന് വധശിക്ഷയാണ് ലഭിച്ചത്. വളരെ നിസ്സാരമെന്ന നിലയ്ക്ക് ഇപ്പോൾ CBI ഉദ്യോഗസ്ഥൻ പറയുന്ന ആ പിഴവിന് ഒരാൾ കൊടുക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ജീവന് തുല്യമായ വിലയാണ്. 20 വർഷമായിട്ട് പേരറിവാളൻ എന്ന അങ്ങേയറ്റം കുശാഗ്ര ബുദ്ധിയായ ഈ പല പരീക്ഷകളും ഗൗരവതരമായി പാസ്സായിക്കൊണ്ട് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന പേരറിവാളിനെ സംബന്ധിച്ച വെളിവാക്കൽ, വൈകി വന്ന വെളിവാക്കൽ, അഭയ കേസ് അന്വേഷിച്ച V ത്യാഗരാജൻ്റെ വെളിവാക്കലെ മുൻനിർത്തിയാണ് ദേശാഭിമാനി ഈ വാർത്ത നമുക്ക് തന്നിരിക്കുന്നത്. നിദാഖത്തുമായി ബന്ധിപ്പിച്ച് സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചയക്കപ്പെട്ട മലയാളികളുടെ എണ്ണം 10 ലക്ഷത്തോളം വരും. എന്നാൽ സൗദി അറേബ്യ അതിൽ നിന്നൊരു പാഠം പഠിച്ചിരിക്കുന്നു. മംഗളത്തിൻ്റെ ലീഡ് വാർത്ത കാണുക. നിദാഖത്തിനിടയിൽ പ്രവാസികൾക്ക് പ്രത്യാശ. 20 ലക്ഷം തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ അവിടെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. 10 ലക്ഷം നഷ്ടപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് സൗദി അറേബ്യ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമായി 20 ലക്ഷം പേരെ റിക്രൂട്ട് ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞയക്കപ്പെട്ടവർക്ക് പുതിയ പ്രത്യാശയുടെ കിരണം നൽകുന്ന വാർത്ത മംഗളം ലീഡാക്കിയിരിക്കുന്നു. ചെറിയാൻ കിടങ്ങന്നൂർ റിയാദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. സൗദി അറേബ്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 20 ലക്ഷം തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യും. രാജ്യത്തുണ്ടായിരിക്കുന്ന കടുത്ത തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ആളുകളെ ആട്ടിപ്പായിച്ചത് തെറ്റായിപ്പോയി എന്ന് ഭംഗ്യന്തരേണ ആ രാജ്യം തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ വാർത്ത. പത്രപ്രവർത്തകൻ ജയചന്ദ്രൻ്റെ അനുസ്മരണം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നു. ആ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ സമൂഹത്തിൻ്റെ കണ്ണും കാതുമാകണം എന്ന BRP ഭാസ്കറിൻ്റെ പ്രസംഗ ഭാഗം മംഗളം എന്ന പത്രം സചിത്രമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കാണുക. മാധ്യമങ്ങൾ സമൂഹത്തിൻ്റെ കണ്ണും കാതുമാകണമെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ BRP ഭാസ്കർ K ജയചന്ദ്രൻ്റെ 15ാം ചരമവാർഷികം അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജയചന്ദ്രൻ മുഖ്യധാരാ മാധ്യമപ്രവർത്തനങ്ങളിൽ നിന്നു മാറി പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഭാഗമായി നിന്ന ആളാണ് എന്ന് അനുസ്മരിച്ചു BRP ഭാസ്കർ.
ആ പ്രസംഗത്തിൽ എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ പ്രക്ഷോഭം വരുന്നു. രണ്ടാം ഘട്ടം പ്രക്ഷോഭം വരുന്നത് പരിസ്ഥിതിക്കാരുടെ പ്രക്ഷോഭമാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ മുൻനിർത്തി മലയോര കർഷകരുടെ പ്രക്ഷോഭത്തിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു പരിസ്ഥിതിക്കാരുടെ രണ്ടാം ഘട്ടം പ്രക്ഷോഭം. ത്രിതല സമ്മേളനം ആരംഭിക്കും. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാണ് പരിസ്ഥിതിക്കാർ പറയുന്നത്. പരിസ്ഥിതി സമിതി കൺവെൻഷൻ്റെ തീരുമാനം മാധ്യമം എന്ന പത്രം കേരളീയം എന്ന പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാണുക. കസ്തൂരി രംഗൻ റിപ്പോർട്ട് തള്ളി മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ത്രിതല സമരം ആരംഭിക്കാൻ ജില്ലാ പരിസ്ഥിതി സമിതി തീരുമാനിച്ചു. താരതമ്യേന അംഗസംഖ്യ കുറവായിരിക്കുന്നത് കൊണ്ട് ഗൗരവതരമായ പ്രക്ഷോഭമൊന്നും അതിൻ്റെ ഭാഗമായി സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി ഇന്നത്തെ മുഖലേഖനം. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, തുടർന്ന് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട്. ഈ രണ്ട് റിപ്പോർട്ടുകളെ മുൻനിർത്തിയ ഒരു വിചാരം തുറന്ന മനസ്സോടെ എന്ന തന്നെ തൻ്റെ പങ്ക്തിയിൽ മംഗളം എന്ന പത്രത്തിൽ KM റോയ് നടത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ KM റോയ് എന്ന എഴുത്തുകാരൻ വിചിത്രമായ നിലപാടുകൾ എടുക്കുകയും ഒരുപക്ഷെ സൗമനസ്യത്തോടെയാണെങ്കിലും യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മെ കുത്തി നോവിച്ച് ഉണർത്തുകയും ചെയ്യുന്നയാളാണ് എന്ന് നമുക്കറിയാം. ഇത്തവണയും കാര്യം ഭിന്നമല്ല. അദ്ദേഹം പറയുന്നു, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടോ അതോ കസ്തൂരി രംഗൻ റിപ്പോർട്ടോ ഏതാണ് പശ്ചിമഘട്ടത്തിന് യോഗ്യമായിരിക്കുന്നത്? അദ്ദേഹം പറയുന്നു, രണ്ടും യോഗ്യമല്ല. കാരണം രണ്ട് റിപ്പോർട്ടുകളില്ല. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നടപ്പാക്കൽ നിർദ്ദേശം മാത്രമാണ്. ഒരു റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണ്. യഥാർത്ഥത്തിൽ ആ പ്രശ്നം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണുക. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് പശ്ചിമഘട്ട നിരകളിലെ പരിസ്ഥിതി പഠനത്തിൻ്റെ പേരിൽ വിവിധ പരിസ്ഥിതി സംരക്ഷകരെന്ന് നടിക്കുന്നവരുടെ സംഘങ്ങൾ കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന വിധത്തിൽ വളരെ ആപൽക്കരമായ മലിനീകരണമാണ് ഇന്ന് വികസിത രാജ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് പ്രകൃതിയെ സംരക്ഷിക്കാൻ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയാൽ മതിയെന്ന കണ്ടെത്തലാണ് അമേരിക്കയടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ കേരളത്തിലെ വനമേഖലകൾ ഒരു പ്രവർത്തനത്തിനും വിധേയമാകാതെ കൊടുങ്കാടായി നിലനിർത്തിയാൽ ആഗോള താപനില വർദ്ധിപ്പിക്കാതിരിക്കാൻ അല്പമെങ്കിലും സഹായകമാകുമെന്നും അതുവഴി പാശ്ചാത്യ രാജ്യങ്ങൾ ഇടയാക്കിയ ആഗോള താപനില വർധനയ്ക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാകുമെന്നും പാശ്ചാത്യ ശക്തികൾ വിലയിരുത്തിയിരിക്കുന്നു. പരിസ്ഥിതി പ്രവർത്തകർ അതിൻ്റെ വികൃത വേഷം കെട്ടിയാണ് ഇന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്തുപോയ തെറ്റിന് വലിയ പിഴ ഒടുക്കേണ്ടി വരുന്നത് പശ്ചിമഘട്ട നിരയിലെ ജനതയാണ് എന്ന യാഥാർത്ഥ്യം ഒരു വിഷമവുമില്ലാതെ ധീരമായി വിളിച്ചു പറയുന്നു KM റോയ് ഈ ലേഖനത്തിൽ. അദ്ദേഹം പറയുന്നത് കാണുക. കിഴക്കൻ മലയോരങ്ങളിലെ കുടിയേറ്റ കർഷകരുടെ കഴുത്തിൽ കൊലക്കയറിടാൻ ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾക്ക് പിന്നിൽ പാശ്ചാത്യ വികസിത രാജ്യങ്ങളും ആഗോള വ്യവസായ ലോബിയുമാണ്. ഇത് മനസ്സിലാക്കാൻ കേരളീയർക്ക് ഏറെ സമയം വേണ്ടിവരും. ഇപ്പോൾ അവരെല്ലാം കഥയറിയാതെ ആട്ടം കാണുന്നവരാണ് എന്ന് പറയുമ്പോൾ ഒരു സത്യം അദ്ദേഹം വിളിച്ചു പറയുന്നു. പരിസ്ഥിതിവാദത്തിൻ്റെ മറവിൽ കോടിക്കണക്കിന് രൂപയാണ് മറവിൽ മറിയുന്നത് എന്നാണ് KM റോയ് വിശദീകരിക്കുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. വലിയ സംസ്ഥാനങ്ങൾ മുറിച്ച് ചെറിയവ ഉണ്ടാക്കുക എന്ന നയമാണ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്ര വിഭജിക്കാൻ തീരുമാനമായി. ബംഗാളും വിഭജിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ കാർട്ടൂൺ കാണുക. ആന്ധ്രയെ ഒന്നിപ്പിച്ച് നിർത്തുക എന്ന് ജഗ്മോഹൻ ആവശ്യപ്പെടുന്നു. ഒപ്പം ബംഗാൾ മുഖ്യമന്ത്രി മമതയുടെ പിന്തുണയും അതിനുണ്ട്. എന്നാൽ കാണുക, ഇരുവരും നിൽക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന JCBയുടെ നാവിന്മേലാണ്. പ്രതിഷേധത്തിൻ്റെ നിഷ്ഫലത വിളിച്ചോതുന്ന കേശവ് കാർട്ടൂൺ ഹിന്ദുവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. ഹെൽമറ്റ് നിർബന്ധിതമാണ്. മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്. അധികം ആളുകൾ കയറി ഓവർലോഡ് ഉണ്ടാക്കരുത്. ഇരുചക്ര വാഹനങ്ങൾക്കുള്ള പോലീസ് നിബന്ധന ഇവയൊക്കെയാണ്. എന്നാൽ തെരുവിൽ നടക്കുന്നത് എന്ത് എന്ന് കാണണമെങ്കിൽ നാം ഈ ചിത്രം കാണണം. ഇത് ഒരു എറണാകുളം നഗരക്കാഴ്ചയാണ്. ബൈക്ക് യാത്രയിൽ ഒന്നല്ല രണ്ടല്ല 6 പേരാണ് ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കുക, ഒരൊറ്റയാൾക്കും ഹെൽമറ്റുമില്ല. ഈ നിയമവിരോധ യാത്ര
കേരള കൗമുദി കഴിഞ്ഞ ദിവസം നമുക്ക് എത്തിച്ചു തന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.